ഹലോ ഗായ്സ്, വെൽക്കം ടു അക്കൂസ് ക്യാൻവാസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജിയെ പറ്റിയാണ്. എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, 5G പറ്റിയാണ്, ഫിഫ്ത്ത് ജനറേഷൻ നെറ്റ്വർക്ക്സിനെ പറ്റി, അഥവാ ടെലികോം കമ്മ്യൂണിക്കേഷൻ്റെ 5ാമത്തെ തലമുറ. ഇന്ത്യയിൽ ഇത് ഏപ്രിൽ 2020 ഇതിൻ്റെ പ്ലാനിങ്, ടെസ്റ്റിംഗ്, സെറ്റിംഗ് എല്ലാം പ്ലാൻ ചെയ്ത് ഏപ്രിലായിരുന്നു. പക്ഷേ നമുക്കറിയാം, കൊറോണ നമ്മളുടെ എല്ലാ പ്ലാനുകളും തകർത്തോളും. പോട്ടെ, തൽക്കാലം അത് വിളിക്കട്ടെ. നമുക്ക് ഈ 5Gൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതല്ല. 5Gൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, നമുക്കത് ഉപയോഗിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുമോ ഇല്ലയോ, ഇതെല്ലാം നമുക്ക് മെല്ലെ ഈ ചാനലിലൂടെ നമുക്ക് അറിയാം. നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ താഴെ ഒരു റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇനി ഇതേപോലത്തെ ഉള്ള ഫൺ കോൺവെർസേഷൻ, ഫൺ ഇൻഫോർമേഷൻ ആയിട്ടുള്ള രീതിയിൽ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും നിങ്ങളുടെ പേജിൽ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക. അപ്പം ക്യാരിങ് ഓൺ, നമുക്ക് 5G നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. നമ്മളെ ഒരു കാലഘട്ടം വെച്ചാൽ 2G തൊട്ട് തുടങ്ങി 2G, 3G, 4G, 5G. നമ്മൾ 2G യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ നെറ്റിൻ്റെ സ്പീഡ് എത്രയെന്ന് അറിയണം, 14 KB/s. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു പേജ് ലോഡ് ചെയ്യാൻ എന്ത് താമസം എടുക്കുന്നതാണ്. അന്നത്തെ ഗെയിമൊക്കെയാണ് ശ്രദ്ധിച്ചത്. ഞാനൊക്കെ ഗെയിം കളിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. പല ചെറിയ ഇങ്ങനെ ഈ ഒന്ന് ചാടി അല്ലെങ്കിൽ ബൗൺസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. 2Gൻ്റെ അത്രയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയത് അതൊക്കെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മെയിലൊക്കെ സെൻഡ് ചെയ്യാൻ നമ്മൾ ടൈപ്പ് ചെയ്ത സെൻഡിങ് കൊടുത്താൽ കുറച്ച് നേരം കാത്തിരിക്കണം സെൻഡായെന്ന് കാണിക്കാൻ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴത് 3Gയുടെ വരും. 3G വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടായി. എന്തൊക്കെ മാറ്റങ്ങളാണ്? നമ്മൾ കുറച്ചും കൂടി ഓൺലൈൻ ആവാൻ തുടങ്ങി. വാട്സാപ്പ് വന്നു, സോഷ്യൽ മീഡിയാസ് കുറച്ചും കൂടി വളരാൻ തുടങ്ങി. നമുക്ക് കുറച്ചും കൂടി ഇൻട്രാക്ഷൻ വന്നു. 3G അപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് വെച്ചാൽ 3 MB/s, നമുക്ക് 3 MB/s. കുറേ കാര്യങ്ങളിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പക്ഷേ എന്നാലും നമുക്കറിയാം കുറേ ലിമിറ്റേഷൻ വന്നിരുന്നു. നമുക്ക് നെറ്റ് സ്ലോ ആണ്, പക്ഷേ എന്നാലും നമുക്കറിയാം ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ഒരു ഫയൽ സെൻഡ് ചെയ്യുമ്പോഴും 10 ഇമേജസ് മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ 4G എത്തി. 4G വന്നപ്പോൾ 1 ചേഞ്ചായി. എന്ത് ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ 2G 3G യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റ്വർക്കിന് പേ ചെയ്ത അമൗണ്ടിന് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമുക്ക് 30 MBക്കോ 15 രൂപയാണ് കൊടുത്തിരുന്നത്. 30 MBക്ക് 15 രൂപ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 250 രൂപയ്ക്ക് ഒരു മാസത്തെ പ്ലാൻ 1.5 GB വെച്ച് ഡെയിലി കിട്ടുന്നുണ്ട്. 4G ജിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വന്നപ്പം നമുക്ക് ശരിക്കും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ജിയോക്കാർക്കും നല്ല ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, അവരും പ്ലാൻ ചെയ്തിട്ടാണല്ലോ കളിക്കുന്ന കാര്യം. ഓക്കെ, അപ്പം 4G വന്നു. 4G വന്നപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നത് നമ്മളെ 4G മൊബൈൽ ഫോൺസ് വാങ്ങലായിരുന്നു. 3G മൊബൈലിൽ 4Gയുടെ സെറ്റിങ്സ് വർക്കാവത്തില്ല. അപ്പോൾ നമ്മൾ 4G ഹാൻഡ്സെറ്റ്സ് വാങ്ങാൻ തുടങ്ങി. പല കമ്പനീസും അപ്ഗ്രേഡ് ചെയ്ത് 4Gയിലോട്ടായി. 4Gയിലോട്ട് എത്തിയപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് ഇൻ്റർനെറ്റ് യൂസേഴ്സ് കയറി 4Gയിൽ. അത് മനുഷ്യന്മാർ മാത്രമല്ല, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊരു സാധനം കൂടെ ഉണ്ട്. അതൊരു ടെക്നോളജി, അതായത് നമ്മളെ മഷീൻസ് വരെ ഇൻ്റർനെറ്റിൽ രജിസ്റ്റേർഡ് ആണ്. ചില മഷീൻസൊക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ഒബ്ജക്റ്റാണ്, അത് ഇൻ്റർനെറ്റിൽ രജിസ്റ്റേർഡ് ആണ്, നമുക്ക് നെറ്റുണ്ട്, കാര്യങ്ങളുണ്ട്. ടെസ്ല അവരുടെ ഓട്ടോണമസ് ഡ്രൈവിംഗ്, അത് ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. അത്യാവശ്യം കുറേ കാര്യങ്ങൾ നെറ്റിൽ കണക്റ്റഡ് ആണ്, അവരുടെ മാപ്പും കാര്യങ്ങളും. പിന്നെ IoTയിൽ കണക്ട് ചെയ്യാൻ നമുക്ക് ഇപ്പം ഫോൺ വഴി, നെറ്റ് വഴി നമുക്ക് നമ്മുടെ വീട്ടിലെ ലൈറ്റോ ഫാനോ ഓണാക്കാനോ ഓഫാക്കാനൊക്കെ ഉള്ള സിസ്റ്റംസൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തതെല്ലാം ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. പല ഡിവൈസസ് ഇൻ്റർനെറ്റിൽ കണക്റ്റാൻ വന്നപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം, ഇത് ഇത്രയും വലിയ നെറ്റ്വർക്ക് ട്രാൻസ്മിറ്റ് ചെയ്തും റിസീവും ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു പവർ തീരെ കുറവാണ്. 4Gയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ചും കൂടി ഒരു വൈഡായിട്ടുള്ള ഒരു സ്പെക്ട്രം വേണം. കുറച്ചും കൂടി ഈസി ഡാറ്റ, കുറച്ചും കൂടി ഫാസ്റ്റിന് എത്തുന്ന ഒരു രീതിയിലുള്ള സെറ്റപ്പ് ആക്കണമായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ലോക്ക്ഡൗൺ തുടങ്ങിയ ടൈമിൽ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യാൻ കയറി. നല്ലൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചൊന്നും നോക്കിയാൽ
ഒരു നല്ലൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടാവും ലോക്ക്ഡൗണിൻ്റെ ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ. പിന്നെ അത് ശീലമായതാണോ അത് പിന്നെ നമ്മളത് താനെ റെഡി ആയതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ നമുക്ക് ആദ്യം ഒരു ലാഗ് ഫീൽ ചെയ്തത്. അതിൻ്റെ മെയിൻ റീസൺ എല്ലാവരും ഒരേ ടൈമിൽ ലോഗിൻ ചെയ്യുന്നുണ്ടാകും, നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാകും. ആ ഒരു ലാഗ് വന്നത്. അപ്പോൾ ഈ ഒരു ലാഗ് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഒരു റേഞ്ചുണ്ട്. അതായത് നമ്മളിപ്പം ഓപ്പറേറ്റ് ചെയ്യുന്ന റേഞ്ച് 3 MHz മുതൽ 6 GHz ആണ് 4Gയുടെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഈ വേവ്സ് ട്രാൻസ്ഫർ ആവുന്നതും ടവറിൽ നിന്ന് സിഗ്നൽ നമുക്ക് കിട്ടുന്നതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ള ഒരു സ്പെക്ട്രം, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ പല ഡിവൈസസ് ഇനിയും കണക്ട് ചെയ്യാം, നമ്പർ ഓഫ് യൂസേഴ്സ് കൂടും. ഇനി 4G നിന്ന് 5G ആകുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം 5G മൊബൈൽ തീർച്ചയായിട്ടും വേണം. 5G മൊബൈൽ ഇല്ലാണ്ട് നമുക്ക് 5G യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്പർ 1 5G മൊബൈൽസ് കമ്പൽസറി. നമുക്ക് എന്തായാലും അറിയാം നമ്മൾ ഇനി ഈ ലോകത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത് പോലെ 3G വന്ന് 4G വന്നപ്പോൾ 4G മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിച്ചു. 4G നിന്ന് 5G ആകുമ്പം ഇപ്പോൾ ഇരിക്കുന്ന മൊബൈൽ ഫോൺ എന്തായാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി 5G മൊബൈൽ സെറ്റ് വാങ്ങിച്ചേ ആകണം. അപ്പം 5G മൊബൈൽസ് നമ്മൾ വാങ്ങിച്ചു, 5G വന്നു, 5Gയുടെ കണക്ഷൻ കിട്ടി, 5G നെറ്റ്വർക്ക് കിട്ടി. അപ്പോൾ ഇതിലെത്ര അത്ഭുതപ്പെടുന്നത് എന്താണെന്നറിയോ? 5Gയുടെ സ്പീഡ് എത്രയെന്നറിയോ? 5G നമുക്ക് തരുന്ന 10 GB/s ആണ്. ഒരു സെക്കൻഡിൽ 10 GB. ഒന്ന് ആലോചിച്ച്, നമ്മൾ 3Gയിൽ 3 MB/s, 4Gയിൽ 100 MB/s. പക്ഷെ 5G നമ്മളെല്ലാം ഞെട്ടിച്ചു കളഞ്ഞിട്ട് നേരെ ഡയറക്റ്റായിട്ട് 1 GB/s ഒന്നുമല്ല, 10 GB/s 5G നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇത് എങ്ങനെയെന്നല്ലേ, ഇതിൻ്റെ സയൻസ് എന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് നമുക്ക് 10 GB കിട്ടുന്നതെന്ന് ഒരു സെക്കൻഡിൽ പറഞ്ഞത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന 4G അല്ലെങ്കിൽ 3G റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേവ് ഉണ്ട്. ഈ വേവാണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയോ വേവ്സ് ആണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫോണിൽ നിന്ന് ഒരു ടവറിലോട്ട് കണക്ഷൻ പോകുന്നത് റേഡിയോ വേവ്സ് ആണ്. അപ്പോൾ ഈ റേഡിയോ വേവ്സിൻ്റെ ലെങ്ത്, ഒരു വേവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിലായിരുന്നു ഇതിൻ്റെ ലെങ്ത് പോകുന്നത്. 5G ഓപ്പറേറ്റ് ചെയ്യുന്നത് മില്ലിമീറ്റർ ലെങ്തിലാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് സംഭവം? ഇത്രയും ലെങ്ത് സംഭവം ഷോർട്ടാകുമ്പം ഇതിൻ്റെ ഫ്രീക്വൻസിൻ്റെ അമൗണ്ട് കൂടും. അപ്പോൾ അൾട്രാ ഹൈ ഫ്രീക്വൻസിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം വളരെ കുഞ്ഞു ഫ്രീക്വൻസി ആയിട്ട്, അപ്പം ഓരോ വേവിനകത്തും ഒരുപാട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഇത്ര ഒരു ഗ്യാപ്പിനകത്ത് 3 വേവ് പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പിൽ ഒരു 50 വേവ് കയറ്റാൻ പറ്റും. ആ ഒരു പാക്കറ്റ് ജസ്റ്റ് അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി പറഞ്ഞത്. അപ്പം ഈ ഒരു പാക്കറ്റ് നമ്മൾ റിസീവ് ചെയ്യുമ്പോഴാണ് ഇത്രയും ഡേറ്റാസ് നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജി ടെസ്റ്റ് ചെയ്യുമ്പം 10 GB/s നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾ വേറെ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്കറിയാം നമ്മളുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ പാക്ക് എന്ന് പറയുമ്പോൾ 2 GB അല്ലെങ്കിൽ 1.5 GB ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന 2 GB/day പാക്കാണ് കേട്ടോ. അപ്പോൾ 2 GB/day ഞാൻ ഇപ്പോൾ 10 GB/s എന്നുള്ള സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ 5G യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തുമാത്രം വാങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ? നമ്മൾ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്രയും യൂസേജ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇനി അങ്ങോട്ട് 100 GB പാക്കോ അല്ലെങ്കിൽ 1000 GB പാക്കൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഇനി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ എക്കണോമിക്കലിയും കുറച്ച് ഇത് കൂടും. പിന്നെ 5Gയുടെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് 5G ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിൽ 50,000 കോടിയാണ്. ഓരോ ടെലികോം ഓപ്പറേറ്റർ ഇത് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ 50,000 crore ഇതിൻ്റെ ബഡ്ജറ്റ്. അപ്പം ഇത്രയും പൈസ ഇറക്കിയിട്ടാണ് ഇവർ ഇത്രയും ഇറക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ചാർജ് എന്തായാലും നമ്മളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചിരിക്കുക. അത് വേറെ കാര്യം. ഫ്രീന്നും പലതും ഓഫറും പറഞ്ഞ് പല മാർക്കറ്റിംഗ് സ്കിൽസായിട്ട് അവർ വരും. നമ്മളെന്തായാലും കാരണം നമ്മളല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആരെങ്കിലും അത് വാങ്ങിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് അത് അട്രാക്റ്റഡ് ആയിരിക്കും, നമ്മളും അത് യൂസ് ചെയ്യും. അത് തീർച്ചയായിട്ടും സംഭവമാണ്. ഇനി 5G നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്, നമ്മുടെ ബെനിഫിറ്റ് ഇതാണ്. നമുക്ക് സ്പീഡിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പല സിനിമ എന്തും എളുപ്പം ചട നടന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്.
അതായത് ടെക്നോളജി പരമായിട്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് നേരത്തെ പറഞ്ഞ പോലെ, അതേപോലെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി. അതെന്ന് വെച്ചാൽ നമ്മളൊരു പെരിഫറൽസ് ആണ്, അതായത് നമ്മളൊരു VR ഒരു ഡിവൈസ് ഉണ്ട് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഉള്ള ഒരു സ്പേസിനെ അത് 3D കൺവേർട്ട് ചെയ്തിട്ട് അത് അവിടെ ഇല്ലാത്തൊരു ഒബ്ജക്ട്സ് നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റും. പക്ഷെ അതിന് ഏറ്റവും വലിയ യൂസേജ് എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുക, ഈ റിഗിലും അല്ലെങ്കിൽ ഇപ്പം മെക്കാനിക്കലായിട്ട് ഇപ്പം റിഫൈനറീസിൽ അവിടെയൊക്കെ ഒരുപാട് വാൾവ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പം അവിടെ ഒരു എംപ്ലോയീസിന് അവർ വാൾവിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ വാൾവിനകത്ത് അതിൻ്റെ ടർബൈൻ ഫ്ലോ നല്ലോണം നടക്കുന്നുണ്ടോ ഇല്ലേ ഇന്ന് നമുക്ക് വാൾവ് തുറന്ന് പൊളിച്ചും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഈ ഒരു സാധനം യൂസ് ചെയ്യുക, പ്രോഗ്രാംഡ് ആയിരിക്കും. അപ്പം ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയുക എക്സാമിൻ ചെയ്യാൻ പറ്റും. നമുക്കത് ഇങ്ങനെ പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കാം, അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അബുദാബി നിന്ന സമയത്ത് അബുദാബി ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സിബിഷൻ സമയത്ത് ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ട്രൈ ചെയ്തായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെയ്യുന്ന വെച്ചാൽ ഒരു ഡിവൈസ് ഉണ്ട്, അതിനടുത്ത് ഇങ്ങനെ വെച്ചു. അത് ഞാൻ വെച്ചിട്ട് അപ്പം എൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീൻ ഇങ്ങനെ ഞാനൊരു മരുഭൂമിയിലൊരു സ്ഥലത്ത് ഒരു റിഗിന് മുന്നിലാണ്. റിഗ് എന്ന് പറയുമ്പോൾ ഓയിൽ ഫീൽഡ് എണ്ണ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ കുറേ എന്താ പറയുക കുറേ പമ്പും കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കതിനകത്ത് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്കത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഗ്ലൗസായിട്ടാണ് കാണുന്നത് കൈയൊക്കെ. എന്നിട്ട് ഞാൻ ഓരോ ഒബ്ജക്ട്സ് എടുക്കുന്നു. എനിക്കത് എന്താണ് ആ ഒബ്ജക്റ്റ് എന്ന് അറിയുന്നില്ലെങ്കിൽ എൻ്റെ മുകളിൽ ഒരു ലേബിൾ വരും, ഇത് ഇന്ന പമ്പാണ്, ഇത് ഇതിനെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ പമ്പിൻ്റെ അടുത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ പോലെ, അത് ഒരു ഡെമോ പോലെ എനിക്ക് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതിൽ ഈ സൈഡ് നോക്കാം, ഈ സൈഡ് നോക്കാം, എല്ലാം ഒരു 360 ഡിഗ്രി പോലെ എനിക്ക് കറങ്ങി ആ ഒരു ഒബ്ജക്റ്റ് മൊത്തം നോക്കാം. നമ്മൾ പൊസിഷൻസും കാര്യങ്ങളും അതിനനുസരിച്ച് മാറുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൽ ഫേസ് ചെയ്ത് ഭയങ്കര കുറച്ച് ലാഗും കാര്യങ്ങളും സ്റ്റക്കും ഫേസ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ 5G ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ ഇത് ഡെവലപ്പ് ചെയ്തും കുറച്ചുകൂടി റിയാലിസ്റ്റിക് ആവും. എനിക്കത് കുറച്ച് 3D ഒരു കാർട്ടൂൺ പോലെയാണ് തോന്നിയെങ്കിലും ചിലപ്പം ലേറ്റർ ഓൺ ചിലപ്പോൾ അത് റിയൽ ടൈമായിട്ട് നമ്മളിപ്പം അയൺ മാനിൽ കണ്ടിട്ടില്ല. അയൺ മാൻ ഫിലിമിനകത്ത് ജാർവിസിൻ്റെ അടുത്ത് പറയുമ്പോൾ ജാർവിസ് അവൻ ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഓരോ സംഭവത്തിൽ. അതൊക്കെ ചിലപ്പോൾ ഇനി റിയൽ ആയിക്കൂടാന്നില്ല. അത് അത്രയും പവർഫുൾ ഇൻ്റർനെറ്റ് തന്നെ വേണം. ഒരുപാട് ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ പവർ വേണം. എന്നാൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്നോളജി പരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് ഏത് കൺട്രിയാലും, ഇപ്പോൾ ചൈന ആയാലും അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും റഷ്യ ആയാലും, നമുക്കൊരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വേണമെങ്കിൽ 5G അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ടെക്നോളജി പരമായിട്ട് നമുക്ക് ഇൻക്രീസ് വേണമെങ്കിൽ 5G അത്യാവശ്യമാണ്. പിന്നെ ഇനി നമുക്കിതിൻ്റെ അറിയേണ്ടത് വെച്ചാൽ ഇതിൻ്റെ സ്റ്റീറോ ടൈപ്പിൽ കുറച്ച് നെഗറ്റീവ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയണ്ടേ. ഇത് എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ 5G വാങ്ങിച്ചിട്ട് 5G നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പണി കിട്ടുന്ന നമുക്ക് വല്ല, ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് 4G തന്നെ അധികം യൂസ് ചെയ്യുമ്പോൾ ക്യാൻസർ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, എന്തെങ്കിലും പഠനം ഇതിന് പിന്നിൽ ബാക്കപ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. ആകെ 2 പഠനമാണുള്ളത്. ഓക്കെ, ഒന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയൊരു പഠനത്തിൽ 2011 ഒരു ടീം റിസർച്ചേഴ്സ് പറഞ്ഞു വെച്ചാൽ prolonged use of mobile phones of varying radio frequencies can have carcinogenic effect on human body. അതായത് prolonged യൂസ് എന്ന് വെച്ചാൽ കുറേ നേരം കുറേ നാളുകൾ ഇങ്ങനെ നമ്മൾ ഫോണിൽ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാർസിനോജനിക് എന്ന് വെച്ചാൽ ക്യാൻസർ പോലത്തെ എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. തെളിയിച്ചിട്ടില്ല, ഉണ്ടെന്നല്ല, കാരണം ഹ്യൂമൻ ട്രയൽസ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് 2018 ഒരു റിപ്പോർട്ട് വന്നായിരുന്നു, ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്നു. അതായത് 2 എലി റാറ്റിനെ പിടിച്ചിട്ട് ഒരു കൂട്ടിനകത്ത് വെച്ചിട്ട് ചുറ്റിനും ഈ 3Gയുടെ
മൊബൈൽ ഫോൺസ് ഇങ്ങനെ ചുറ്റിനിങ്ങനെ വെച്ചിട്ട് 3G റേഞ്ച് 3Gൻ്റെ ഒരു റേഡിയേഷൻ അവിടെ എമിറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പം 10 മിനിറ്റ് ഇവർ റേഡിയേഷൻ ഓണാക്കി വയ്ക്കും, 10 മിനിറ്റ് ഇവർ ഓഫാക്കും, 10 മിനിറ്റ് ഇതേപോലെ ഓണാക്കും, ഓഫാക്കും. അപ്പോൾ ഈ ഒരു 3Gയുടെ ആൻറ്റീനാസ് വെച്ചിട്ട് അവർ ഈ ഒരു എലിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് എലി 2 വർഷം വരെയാണ് ജീവിച്ചിരുന്നത്. 2 വർഷം ജീവിച്ചത്. പക്ഷെ മരിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹാർട്ടിൽ ഒരു ക്യാൻസറിൻ്റെ ഫോർമേഷൻ ഉണ്ടായി, ക്യാൻസർ വന്നിട്ടാണ് അത് മരിച്ചത്. മെയിൻലി ഈ ഒരു റേഡിയേഷൻ കാരണമാണ് സംഭവിച്ചത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും? പക്ഷെ നമ്മൾ എലിയല്ല, നമ്മൾ ചെറിയ സാധനങ്ങളൊന്നുമല്ല, നമ്മൾ ഇത്രയും വലിയ ആൾക്കാരാണ്, ഇത്രയും മാസ്സുള്ള ഒരു ബോഡിയാണ് നമ്മൾ. അതേപോലെ തന്നെയാണ് നമുക്ക് എന്താ പറയുക, ഒരു 3Gൻ്റെ ആൻറ്റീന നമ്മളെ നേരത്തെ ആരും വെച്ചിട്ടില്ല, ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് 3G അല്ലെങ്കിൽ ഇത്രയും റേഡിയേഷൻ വരുന്നത്. ഇപ്പം നമ്മളെ ഫോൺ ചില സമയത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ചാർജ് ഇടാൻ സമയത്ത് നമ്മൾ ഫോൺ ചാർജ് വെച്ചിട്ടാണ് മാറിപ്പോകുന്നത്, ഉറങ്ങാൻ നേരത്തെ ഫോൺ മാറിയാണ് വെച്ചിരിക്കുന്നത്, പല സമയത്ത് നമ്മൾ ദൂരെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഏകദേശം നമ്മൾ എസ്റ്റിമേറ്റ് ഒരു ചെറിയൊരു കണക്കെടുക്കാൻ വളരെ ഒരു മൈന്യൂട്ടായിട്ട് ഉള്ള ഒരു എഫക്റ്റ് ചിലപ്പം കിട്ടിയേക്കാം. ഇപ്പോൾ എനിക്ക് 2 വർഷം എടുത്തെങ്കിൽ ഒരു മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ഒരു 30-35 വർഷം എടുത്തേക്കും ചിലപ്പോൾ ഒരു എഫക്റ്റ് വരാൻ. ഞാൻ പറയുന്ന കേട്ടോ, പഠനം പറഞ്ഞതല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റാറ്റ്സ് ഒരു അനലോജി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇപ്പം 35 വർഷമൊക്കെ ആണെങ്കിൽ എൻ്റെ ഇപ്പം ഞാനൊക്കെ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു 14-15 വയസ്സിലായിരിക്കും. അപ്പോൾ ഒരു 35 വർഷം കൂടി ആണെങ്കിൽ 40 വയസ്സ് 42 വയസ്സൊക്കെ ആകുമ്പം ചിലപ്പം ക്യാൻസർ വന്നേക്കാം, പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴായിരിക്കും പഠനം പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവില്ല. കാരണം പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിന് വരെ ഒരു ദാരുണമായിട്ടുള്ളൊരു പഠനം ഹ്യൂമൻ ട്രയൽസ് നടക്കാത്തതുകൊണ്ട് അറിയത്തില്ല. അതൊക്കെ എന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പം 5G നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടെന്ന് നോക്കാം. 5Gയിൽ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ വേവ്സാണ്, വളരെ കുഞ്ഞാണ്, പക്ഷെ ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒരുപാട് ഫ്രീക്വൻസി, ഇത്ര ചെറുതാകുമ്പോൾ ഒരുപാട് ഫ്രീക്വൻസിയാണ് വരുന്നത്. ഏകദേശം നമ്മളുടെ മൈക്രോവേവ് ഓവനിൽ നമ്മൾ ഫുഡൊക്കെ ചൂടാക്കുന്ന ഓവൻ, അതിൻ്റെ അതേ ഫ്രീക്വൻസിയിലാണ് 5G നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഏകദേശം 20 GHz മുതൽ 90 GHz വരെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൈക്രോവേവ് പോലെയല്ല നമ്മുടെ മൊബൈൽ ഫോൺ. മൈക്രോവേവ് എന്ന് പറയുന്നത് അതിന് ഏകദേശം 600 വാട്ട്സ് അല്ലെങ്കിൽ 1200 വാട്ട്സ് സപ്ലൈ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് 0.1 മുതൽ 0.5 വാട്ട്സ് വരെയാണ്. അതുകൊണ്ട് ഇങ്ങനെ വിചാരിക്കേണ്ട, മൈക്രോവേവിൽ ഇത്രയും ഫ്രീക്വൻസി വരുന്നത് ഫുഡ് ചൂടാക്കുന്ന കാര്യങ്ങളും ശരിയാണ്. പക്ഷേ അതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തലച്ചോറൊന്നും വെന്ത് പോകത്തൊന്നുമില്ല. പക്ഷേ നമുക്ക് അതുകൊണ്ട് അറിയാം എന്താ സംഭവിക്കുക, നമ്മളെ ഫോൺ ചൂടാൻ തുടങ്ങും, ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കുറയും. 5Gയുടെ നെഗറ്റീവ് ആസ്പെക്റ്റ് ഇതാണ്, ഫോണിൻ്റെ ബാറ്ററി ഭയങ്കരമായിട്ട് വീക്കാവും. അതേപോലെ ഫോണിൽ നിന്ന് ചൂടാവാൻ തുടങ്ങും. പിന്നെ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ സ്റ്റാച്യൂട്ടറി വാർണിംഗ് പോലെ എടുത്തോ. പക്ഷേ എൻ്റെ ഒരു ഫീലിങ്ങിൽ ഇപ്പം പഠനം എന്ത് വേണമെങ്കിൽ പറയാം, ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിൽ പഠനം പറയുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ കുട്ടികൾക്ക്, അതായത് എസ്പെഷ്യലി ന്യൂ ബോൺ ചിൽഡ്രൻ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ദയവ് ചെയ്ത് ഫോൺ അവർക്ക് കൊടുക്കാതിരിക്കുക. അവർ കരയോ വാശി പിടിക്കുകയോ എന്ത് ചെയ്താലോ ഫോൺ കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ വേറെ എന്തെങ്കിലും വഴികൾ കൊടുക്കുക, വേറെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുകയോ, അറ്റ്ലീസ്റ്റ് TV ആയാലും വലിയ പ്രോബ്ലം ഇല്ലെന്ന് വിചാരിക്കണം. കാരണം മൊബൈൽ ഫോൺ ഇനിയിപ്പം പഠനം ബേസ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ എന്ത് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. അപ്പോൾ പിള്ളേർക്ക് അവർക്ക് എന്തെങ്കിലും കരച്ചിലോ അവർക്ക് എന്തെങ്കിലും വാശി കാണിച്ചാൽ ഫോണിന് പകരം വേറെ എന്തെങ്കിലും ടോയ്സോ കളിപ്പാട്ടം കൊടുത്ത് ശ്രദ്ധ മാറ്റുക. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഹാർംഫുൾ ഉണ്ടെങ്കിൽ നമ്മളുടെ തലമുറയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെക്നോളജി മുന്നോട്ട് തന്നെ പോകും, പക്ഷെ നമുക്ക് നമ്മളുടെ കുടുംബം, നമ്മളുടെ കുട്ടികളെ സേഫ് ആക്കുക എന്നത് തന്നെയാണ് നമ്മുടെ മെയിൻ കർത്തവ്യം.
അപ്പം അത് മൈൻഡിൽ വെച്ചാൽ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ പറഞ്ഞു തരും. പിന്നെ വേറെ എന്താണ് നമ്മൾ 5G പറ്റി പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ് ബേസിക്. 5G പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവില്ലേ? 5G എന്താണ്, 5Gൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച്. വേറൊരു പ്രോബ്ലം കൂടിയുണ്ട് 5Gക്ക്. ഒരു നെഗറ്റീവാണ് യൂസ് ചെയ്യുന്ന നമുക്ക് ഒരു നെഗറ്റീവാണ്. അതായത് ഇതിന് റേഞ്ച് വളരെ കുറവാണ്. ഹൈ ഫ്രീക്വൻസിക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് റേഞ്ച് കിട്ടത്തുള്ളൂ. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് റേഞ്ചിൻ്റെ അളവ് കുറയും. അതായത് നമ്മളിപ്പോൾ ഉള്ള ടവർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 700-600 അല്ലെങ്കിൽ 800 മീറ്റർ ചുറ്റളവ് അല്ലെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവ് കിട്ടുന്നെങ്കിൽ 5Gയിലും 300-200 മീറ്ററേ കിട്ടത്തുള്ളൂ മാക്സിമം അതിൻ്റെ ചുറ്റളവ്. അതേപോലെ ഈ വരുന്ന റേഞ്ച്, വരുന്ന ആ വേവ് ഏതെങ്കിലും ഒരു മതിലിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് കിട്ടത്തില്ല. അത് അവിടെ വെച്ച് ബ്ലോക്ക് ആവും. നല്ല കട്ട മഴ പെയ്താലും 5Gയുടെ നെറ്റ്വർക്കിംഗ് നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കിട്ടത്തില്ല. നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആവാൻ തുടങ്ങും. കാരണം ഫ്രീക്വൻസിയുടെ റേഞ്ച് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഹയർ ഫ്രീക്വൻസി ഞാൻ പറയാം മില്ലിമീറ്റർ വേവ്സ് എനിക്ക് കൂടിക്കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് എവിടെയെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ബ്ലോക്ക് ആവും, അത് നഷ്ടപ്പെടും, ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ എന്താ പറയുക, അമേരിക്കയിലൊക്കെ ഇവർ ഓരോ 300 മീറ്ററിലാണ് 5Gയുടെ ഓരോരോ മിനി ടവർ, വലിയ ടവറല്ല, മിനി ടവറാണ് വെച്ചിരിക്കുന്നത്. ചെറിയ ഒരു ബോക്സ് ഉണ്ട്. ഓരോ നമ്മളെ ലാമ്പില്ലേ, പെഡിസ്ട്രിൻ പോലത്തെ ലാമ്പ്, ഓരോ ലാമ്പിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്, ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5G 4G തമ്മിൽ മാറി ഡാൻസ് കളിച്ചിട്ടായിരിക്കും കിട്ടുമോ. നമുക്ക് കണ്ടിന്യൂസ് 5G റേഞ്ച് കിട്ടാൻ പോകുന്നില്ല. ഇപ്പം നമ്മളൊരു വീട്ടിനകത്ത് ഇത്രയും ഒരു ബിൽഡിങ്ങിനകത്തൊക്കെ ആണെങ്കിൽ 5G റേഞ്ച് കിട്ടാൻ ചാൻസ് വളരെ മിനിമലാണ്. നമുക്ക് 4G റേഞ്ച് കിട്ടും. വെളിയിലിറങ്ങി നമ്മൾ ഏകദേശം ആ ടവറിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ആണെങ്കിൽ ആ ടവറും നമ്മുടെ ഫോണും ഏകദേശം എന്താ പറയുക ഒരു തടസ്സം ഇല്ലാണ്ടാണ് നെറ്റ്വർക്ക് നമ്മളിൽ എത്തുന്നതെങ്കിൽ നമുക്ക് നല്ല ഹൈ സ്പീഡ് 5G നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് ഇത്രയും മതി. ഇത്രയും തന്നെ നമുക്ക് 5Gനെ ധാരാളം ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞു. ഈ എന്തിരൻ 2 ഫിലിമിൽ പറയുന്ന കണക്ക് ഈ പക്ഷികൾക്ക് അത് പ്രോബ്ലം ഉണ്ടാവും. എന്തിരൻ 2-നകത്ത് അത് സ്റ്റീരിയോ ടൈപ്പിക്കൽ മൂവിയാണ്. ശരിക്കും ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു സ്റ്റഡീസും ഇതുവരെ ആയിട്ട് ഇതിന് ബേർഡ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നെന്ന് പറയുന്നു. പക്ഷേ AM വേവ്സ് ആണെങ്കിൽ മാത്രം ചില പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ AM വേവ്സ് ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്കറിയാം, നമ്മൾ റേഡിയോ യൂസ് ചെയ്യുന്ന 93.5 ബിഗ് FM എല്ലാം FM ആണ്, AM അല്ല. AM വേവ്സിന് മാത്രമാണ് ചിലപ്പം മൈഗ്രേറ്ററി ബേർഡ്സിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ റേഡിയോ വേവ്സിന് അല്ലാതെ വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അത് ജസ്റ്റ് ഒരു സ്റ്റീരിയോ ടൈപ്പിക്കൽ ഒരു അവയർനെസ് പോലത്തെ ഒരു മൂവി തന്നതാണ്. ഈ ഓറിയന്തോളജിസ്റ്റ് പോലത്തെ ആൾക്കാർ, അതിനകത്ത് മിസ്റ്റർ പക്ഷി, അക്ഷയ് കുമാറിൻ്റെ റോൾ ഒരു ഓറിയന്തോളജിസ്റ്റാണ്, പക്ഷികളുടെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ ഈ സ്പാരോ അല്ലെങ്കിൽ അതിനകത്ത് കുരുവി എന്നൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ പോപ്പുലേഷൻ കുറയുന്നത് ഈ ടെലികമ്മ്യൂണിക്കേഷൻ വന്നിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു റിസർച്ചേഴ്സും പറയുന്നത് അത് ടെലികമ്മ്യൂണിക്കേഷൻ വന്നതിൻ്റെ ഒന്നല്ല, വേറെ എന്തോ റീസൺ ആണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പല സ്റ്റീരിയോ ടൈപ്പിക്കൽ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു അവയർനെസ് തരുന്ന ഒരു മൂവീസും ഉണ്ട്. പിന്നെ അത് കുറേയൊക്കെ ഇപ്പം മിസ്റ്റർ ദിൽവർ എന്ന് പറഞ്ഞിട്ടൊരു ഓറിയന്തോളജിസ്റ്റ് ഉണ്ട്, ഇത് റിയൽ ലൈഫാണ്. പുള്ളിക്കാരൻ ഇതേപോലെ ഇതിൽ ഒബ്സർവേഷൻ ചെയ്തു, ഇങ്ങനെയൊക്കെ ഫൈൻഡിങ്സ് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈക്കോർട്ട് റൂൾ ഔട്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് കണ്ട കുറേ സീനുകളില്ലേ, അതായത് അതിനകത്ത് എന്തിരൻ 2-നകത്ത് അയാൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നത്, അതായത് മിസ്റ്റർ പക്ഷി അതിനകത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് അവിടെയുള്ള റേഞ്ചൊക്കെ ചെക്ക് ചെയ്യുന്നതും ആ ടവറിലൊക്കെ റേഞ്ചെല്ലാം ഒപ്റ്റിമൽ റേഞ്ച് തന്നെയാണോ എന്ന് നോക്കുന്നൊക്കെ സീനില്ലേ, അതൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ നടന്ന സംഭവം തന്നെയാണ്. അതിൻ്റെ ഇങ്ങനെ ഒരു കേസ് മിസ്റ്റർ ദിൽവർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ കേസ് കൊടുത്തതും ഇതിൻ്റെ പിന്നിലുണ്ടായ സംഭവം. പക്ഷെ അയാൾ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് മാനിക്കുകയും പിന്നെ മറ്റുള്ള ഓറിയന്തോളജിസ്റ്റ് പറഞ്ഞു, മറ്റുള്ള പക്ഷി എന്താ പറയുക
റിസർച്ചേഴ്സ് പറയുന്നത്, അതായത് ബേർഡ്സിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, അവർ ഓൾറെഡി ഈ ഒരു മിത്ത് ഡിബങ്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതൊരു സംഭവം ഈ ഒരു റീസൺ കൊണ്ടല്ല എന്ന് ഓൾറെഡി അവർ പറയുന്നുണ്ട്, അത്രയും തർപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ബേർഡ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ എപ്പോഴും ടവർ എന്ന് പറയുന്നത് മേളിൽ നിന്ന് താഴോട്ടല്ല, ആ ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലോട്ടാണ് ഫ്രീക്വൻസി ട്രാവൽ ചെയ്യുന്നത്. അല്ലാതെ ഗ്രൗണ്ട് ലെവൽ അത് അത്ര ഹൈറ്റിൽ നിന്ന് അടുത്ത ഹൈറ്റിലോട്ടുള്ള ഒബ്ജക്റ്റിലോട്ടല്ല. ബേർഡ്സൊക്കെ എപ്പോഴും ഒരു അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ അവർക്ക് ഇതൊരു എഫക്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആ ഒരു ഭാഗത്തു നിന്ന് മാറി നിൽക്കുക ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ മിക്കുള്ള സമയത്ത് ടവറിലെല്ലാം പക്ഷികളും കാര്യങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ അതങ്ങനെ ഒരു തോട്ട് കൊണ്ടുവന്നത് അവർ ജസ്റ്റ് ഓരോരുത്തർക്കും ഓരോ ഒബ്സർവേഷൻ, ഓരോ ഐഡിയാസ് അവർ ചിത്രീകരിച്ച് കാണിച്ചു മാത്രമാണ്. അപ്പം ബേസിക് നമ്മൾ എന്തും കാര്യം ഉണ്ടെങ്കിൽ അത് റിസർച്ചോ അല്ലെങ്കിൽ സ്റ്റഡി ബേസ്ഡ് ആയിരിക്കണം, അല്ലാണ്ട് ജസ്റ്റ് നമ്മളെ ബേസിസിൽ എന്തും പറയുന്നവർക്കല്ല. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത് അത്യാവശ്യം കുറച്ച് ലോങ് സെഷൻ ആയിരുന്നു. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനകത്ത് പറയാൻ വേണ്ടിയൊന്നുമില്ല. 5G നെറ്റ്വർക്ക്സിന് ഏകദേശം നിങ്ങൾക്ക് എല്ലാം അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5G വെൽക്കം ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് താഴത്തെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മെൻഷൻ ചെയ്യുക. നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, പിന്നെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. അപ്പം ഇതേപോലെ വീണ്ടും വേറെ പല വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾ മുന്നിൽ വരുന്നതായിരിക്കും. That's it for guys today. You have a great day ahead. Bye bye. Take care.